പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ഡിസംബർ 9, 11 തീയതികളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നേടിയിട്ടുള്ള വിജയമാണ്. BJP വിജയിക്കും എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വലിയ ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു. അത് ഉറപ്പിച്ചുകൊണ്ട് തന്നെ BJP ഏതാണ്ട് 51, 52 മറ്റോ സീറ്റ് നേടി കോർപ്പറേഷൻ ഭരണം അവർ പിടിച്ചെടുത്തു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP ഒരു തെരഞ്ഞെടുപ്പ്, ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നത്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടനം സംസ്ഥാനത്തൊട്ടാകെ മികച്ചതൊന്നും ആയിരുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോകളിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ. എന്നാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ അധികാരം പിടിച്ചത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു, ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. കാരണം കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനിൽ അവർ അധികാരത്തിൽ വന്നു എന്നുള്ളത് വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. BJP അത് വലിയ ആഘോഷമാക്കി. ഈ അടുത്ത കാലത്ത് BJPയുടെ മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ നരേന്ദ്രമോദിയെ കാണാൻ പോയിരുന്നു. അവിടെ ഡൽഹിയിലൊക്കെ അവർക്ക് വലിയ സ്വീകരണം കിട്ടി. വലിയ ചർച്ചയായി ഉയർന്നു വന്നിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കാരണം തലസ്ഥാനത്തെ ഒരു കോർപ്പറേഷനാണ്. അപ്പോൾ ആ കോർപ്പറേഷൻ്റെ മേയറായി VV രാജേഷ് എന്ന BJP നേതാവ് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ ഡിസംബർ 9, ജനുവരി 9, ഫെബ്രുവരി 2.5 മാസം, 3 മാസം ആകാൻ പോകുന്നു. 2.5 മാസം കഴിഞ്ഞിരിക്കും. അപ്പോൾ അദ്ദേഹം ഈ BJPയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത് ഞാനിപ്പോൾ ഓർക്കുന്നു. ഞാൻ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പും ഞാൻ ഈ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകൾ ചെയ്തിരുന്നു. അതിൽ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കും എന്നുള്ള ഒരു നിരീക്ഷണം ഞാൻ നടത്തിയിരുന്നില്ല. അത് തെറ്റി, ആ നിരീക്ഷണം തെറ്റിയിരുന്നു. അതും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഓർക്കുന്നത്, തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMൻ്റെ നേതൃത്വത്തിൽ നടന്ന 3 കൊടിയ അഴിമതികളെക്കുറിച്ച് ഞാൻ വിശദമായ വീഡിയോ ഞാൻ ചെയ്തു. അതെനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. അതിലൊന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിട്ടുള്ള അതിഭീകരമായിട്ടുള്ള വസ്തുനികുതി കൊള്ളയെക്കുറിച്ചിട്ടായിരുന്നു. രണ്ടാമത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിട്ടുള്ള വാഹന പെരുങ്കൊള്ള, അതിനെക്കുറിച്ചിട്ടായിരുന്നു. മൂന്നാമത് ഞാൻ ചെയ്ത വീഡിയോ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ കോടികൾ അടിച്ചു കൊണ്ടുപോയതിനെക്കുറിച്ചിട്ടായിരുന്നു. അങ്ങനെ 3 വീഡിയോകളാണ് ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്തത്. അന്ന് ചെയ്തപ്പോൾ ഞാനന്ന് പറഞ്ഞത് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. കേരളത്തിലുള്ള 5 കോർപ്പറേഷനുകളിൽ വെച്ച് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ 6 കോർപ്പറേഷനിൽ വെച്ച് ഏറ്റവും അഴിമതി നിറഞ്ഞ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരുന്നു എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറഞ്ഞിരുന്നു. അതായത് കോടികൾ കൈയിട്ട് വാരുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഞാൻ ആ വീഡിയോകളിൽ ഒന്നിൽ ആവർത്തിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ഞാൻ ചൂണ്ടിക്കാണിച്ചത്, ഏതാണ്ട് 10-25 കൊല്ലക്കാലമായി CPM ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിരന്തരമായി ഭരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000 മുതൽ 2025 വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം CPM നിയന്ത്രണത്തിലായി. ശിവൻകുട്ടി മേയറോ ജയൻബാബു മേയറായപ്പോൾ മുതലാണെന്നിരിക്കുന്നു. ചന്ദ്രിക, VK പ്രശാന്ത്, അവസാനം ആര്യ രാജേന്ദ്രൻ, ഒരു 4-5 മേയർമാരിവിടെ ഉണ്ടായത്. 1/4 നൂറ്റാണ്ടായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒന്നിനു പുറകെ ഒന്നായി CPM ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ അവസരം മുതലെടുത്ത് അതിഭീകരമായിട്ടുള്ള അഴിമതി CPMൻ്റെ നേതൃത്വത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിട്ടുണ്ട് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന ഈ 3 കൊടിയ അഴിമതികളുടെ വീഡിയോ ഞാൻ ചെയ്തു. അതിൽ ആദ്യത്തെ വീഡിയോ 3 വീഡിയോകളും ഞാൻ കൃത്യമായി ഓർക്കുന്നു. അതിൽ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് 2023-24 സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച്, ഓഡിറ്റ് വകുപ്പ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കീഴിൽ തന്നെയുള്ള ഓഡിറ്റ് വകുപ്പാണെന്നോ, 2023-24 ഏതാണ്ട് 107 കോടി രൂപയുടെ വസ്തുനികുതി തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിരിച്ചെടുക്കാനുണ്ട് എന്നുള്ള ആ ഓഡിറ്റ് റിപ്പോർട്ട് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ. അതിൽ തന്നെ 2023-24 60 കോടി രൂപ, ബാക്കി 40 കോടി രൂപ അരിയേഴ്സ്, അങ്ങനെയാണ് 100 കോടി രൂപ. അതിൽ തന്നെ 100 കോടി
തിരുവനന്തപുരം കോർപ്പറേഷനിലെ 30 വാർഡുകളിൽ നിന്നാണ് ഏതാണ്ട് 60 കോടി പിരിക്കാനുള്ളത് എന്നുള്ള വസ്തുത ഞാൻ പറഞ്ഞിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വസ്തുനികുതി റിസോർട്ടുകളിൽ നിന്നൊക്കെ പിരിക്കാനുള്ളത് കോവളത്തുള്ള ഒരു പ്രത്യേക വാർഡിൽ നിന്നാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഏതോ ഉദയസമുദ്ര എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു റിസോർട്ട് ഉണ്ടെന്നുണ്ട്. അവർ തന്നെ ഏതാണ്ട് ഒരു 4 കോടി രൂപയുടെ നികുതി അടയ്ക്കാനുണ്ട് എന്നുള്ള വിശദാംശങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറയുന്നു. രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഹന പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്. അതും ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്നുള്ള കണക്കുകൾ തന്നെയാണ് ഞാൻ ഉദ്ധരിച്ചത്. ഓഡിറ്റുകാർ വന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് 100 ചില്ലാനം വാഹനങ്ങളാണ് ഉള്ളത്. പക്ഷേ പിന്നീട് നോക്കിയപ്പോഴത്തേക്ക് കോർപ്പറേഷനോട് എത്ര വാഹനങ്ങളുണ്ട് എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വകുപ്പ് ചോദിച്ചപ്പോൾ എന്തോ 117 വാഹനങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഓഡിറ്റ് പിന്നീട് അവർ നേരിട്ട് തന്നെ പരിശോധിച്ച് വേണ്ട ഒരു 100 ചില്ലാനം വാഹനങ്ങൾ കൂടി കോർപ്പറേഷൻ മേടിച്ചിരിക്കുന്നു, അതിൻ്റെ കണക്കില്ല. ഇതാണ് ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ. മൂന്നാമത്തെ വീഡിയോയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ചുമതലപ്പെട്ടിരുന്ന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ കോടികൾ കൊള്ളയടിച്ചതിൻ്റെ, അവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പദ്ധതികൾക്ക് കോടികൾ ചിലവാക്കിയിട്ട് അതിൻ്റെ കണക്കുകൾ ഇതുവരെ അവതരിപ്പിക്കാത്തതിൻ്റെ, കണക്കുകൾ അവതരിപ്പിക്കാത്തതിൻ്റെ ആയിരുന്നു മൂന്നാമത്തെ വീഡിയോ. അപ്പോൾ ഈ 3 വീഡിയോയും വളരെ സവിസ്തരമായി വസ്തുനിഷ്ഠമായി ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കനുസരിച്ച് തന്നെയാണ് ഞാൻ അന്ന് ആ വീഡിയോകൾ ചെയ്തത്. എന്തായാലും സുഹൃത്തുക്കളെ, ഡിസംബർ 9-11 തീയതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നു. BJP അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-2.5-3 മാസം ആകാൻ പോകുന്നു. BJPയുടെ സീനിയറായിട്ടുള്ളൊരു നേതാവായിട്ടുള്ള VV രാജേഷാണ് മേയറായിട്ട് വന്നത്. സ്വാഭാവികമായും BJPയുടെ നേതൃത്വത്തിൽ ഒരു കോർപ്പറേഷൻ അധികാരത്തിൽ വരുമ്പോൾ തലയ്ക്ക് വെളിയുള്ള ആരും പ്രതീക്ഷിക്കുന്നത് എന്താ? കഴിഞ്ഞ 25 വർഷമായി ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന CPMൻ്റെ നേതൃത്വത്തിലുള്ള കൊടിയ അഴിമതികളെക്കുറിച്ച് തങ്ങൾ സമയബന്ധിതമായി അന്വേഷിക്കും, അതിൻ്റെ കുറ്റക്കാരെ ശിക്ഷിക്കും എന്ന് പറയുമെന്നല്ലേ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ആലോചിക്കുക. അത് ഈ ഇലക്ഷൻ അവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് എന്താ? പുറമെ ഇനിയിപ്പോൾ ഉള്ളിലവരെന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെന്നറിയില്ല. അവരധികാരത്തിൽ വന്ന് കഴിഞ്ഞപ്പോൾ CPM കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ ഭരിക്കുകയാണ്. CPMൻ്റെ നേതൃത്വത്തിൽ കൊടിയ അഴിമതിയാണ് നടന്നത്, അത് ഞങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് അവർ പറയും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അവർ പറഞ്ഞില്ല, മൗനം ഭജിക്കുകയായി. ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഏതാണ്ട് 3 മാസക്കാലമാകാൻ പോകുന്നു. ഇന്നീ നിമിഷം വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ BJPയുടെ മേയറായിട്ടുള്ള VV രാജേഷ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി CPM തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന കൊടിയ അഴിമതികൾ അന്വേഷിക്കും എന്നൊരു പ്രസ്താവന ഇതുവരെ പുറത്തു നടത്തിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ അവരുടെ പാർട്ടി യോഗങ്ങളിൽ വല്ലതും നടത്തിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. CPMൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന അഴിമതികൾ എണ്ണി 3 എണ്ണം ഞാൻ ഇവരുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുള്ളതാണ്. അനങ്ങിയിട്ടില്ല. CPMൻ്റെ അഴിമതിയെക്കുറിച്ചിട്ട് മിണ്ടുന്നില്ല. VV രാജേഷ് അതിനെക്കുറിച്ച് അർത്ഥഗർഭമായി മൗനം പാലിക്കുകയാണ്. വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ VV രാജേഷിനോട് പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തിയ CPMൻ്റെ കൊടിയ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാത്തത് എന്ന് ജനങ്ങളോട് നിങ്ങൾ പറയേണ്ടി വരും. VV രാജേഷ് പറയേണ്ടി വരും. അതിൽ VV രാജേഷിൻ്റെ നിലപാട് എന്താണ് എന്ന് ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉള്ള ജനങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ എന്തുകൊണ്ടാണ് VV രാജേഷ് മൗനം പാലിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. VV രാജേഷിനെ കുറിച്ചിട്ട് ആരോപണങ്ങളുണ്ട്. VV രാജേഷിന് CPM ഒക്കെ ആയിട്ട് അനധികൃത ബന്ധമുണ്ടെന്നുള്ള നിലയിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അധികാരത്തിൽ കയറി 3 മാസം കഴിഞ്ഞ് 2.5-3 മാസം കഴിഞ്ഞിട്ടും CPMൻ്റെ നേതൃത്വത്തിലുള്ള കൊടിയ അഴിമതികൾ VV രാജേഷ് അന്വേഷിക്കാതിരിക്കുമ്പോൾ VV രാജേഷിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ പറഞ്ഞ പോലെ കുറച്ച് നാളും കൂടെ ഞാനൊന്ന് നോക്കൂ. CPMനെതിരായിട്ടുള്ള CPM ചെയ്തിട്ടുള്ള അഴിമതികളെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്താൻ VV രാജേഷ് തുനിയുന്നില്ലെങ്കിൽ CPMുമായി എന്തൊക്കെയോ അന്തരാള ബന്ധങ്ങൾ VV രാജേഷിനുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഞാൻ ഈ പറഞ്ഞ 3 അഴിമതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ VV രാജേഷിന് ഞാൻ എഴുതി സമർപ്പിക്കാൻ പോവുകയാണ്. അതിന്മേൽ സമയബന്ധിതമായി നടപടി VV രാജേഷ് എടുത്തില്ലെങ്കിൽ
വി രാജേഷിന് CPM-ഉമായി എന്തൊക്കെയോ അന്തർനാടകങ്ങൾ, ഉള്ളുകളികൾ, അന്തരാള ബന്ധങ്ങളുണ്ട് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഈ CPM-ൻ്റെ ഈ അഴിമതി അന്വേഷിക്കണം എന്ന് വി രാജേഷിനോട് ഞാൻ പറയുകയാണ്. ഞാനിത് എഴുതി നിവേദനമായി കൊടുത്തതിന് ശേഷവും സമയബന്ധിതമായി അന്വേഷിച്ചില്ലെങ്കിൽ അടുത്ത നടപടി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യക്ഷമായി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ ഞാൻ നിർബന്ധിതനാകും എന്ന് വി രാജേഷിനോട് ഈ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.